പിന്നീട് ഇന്ന് ഈ കോളേജിന്റെ മാനേജർ എന്ന് വിളിക്കുന്നത് ഫിഫ വേൾഡ് കപ്പും ഇപ്പം നടക്കുന്ന ഒളിമ്പിക്സിന്റെയും കേറ്ററിംഗ് ഡിവിഷൻ നോക്കുന്ന കമ്പനിയുടെ ഉടമ ശ്രീ ബെന്നി തോമസ് ആണ്. ലോകോത്തര മാനേജ്മെന്റ് കാഴ്ചപ്പാടുകളിലാണ് ഇവിടുത്തെ ഈ കോളേജ് ചെറിയ കാലം മുതൽ 1500 വിദ്യാർത്ഥികളുമായി മുന്നേറി വരുന്നത്. സമർപ്പണ മനോഭാവമുള്ള അധ്യാപകരും 15 കോഴ്സുകളും അത് ഇന്നോവേറ്റീവ് കോഴ്സുകളാണ് ഈ കോളേജിലുള്ളത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ സ്റ്റെപ്പെല്ലാം കയറി വളരെ ക്ഷീണിച്ച് വന്നതുകൊണ്ട് ഒരു 10-20 മിനിറ്റോളം ഞാൻ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക്. ഏതാണ്ട് 10 സ്പോട്ടുകളാണ് നമുക്ക് തിരിച്ചിട്ടുള്ളത്. ആ 10 സ്പോട്ടുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. എയുടെ ക്ലാസ്സുകൾ ഉണ്ടാവും, ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർത്ത് ഒരുക്കിയിരിക്കുന്നത് റിയലി വണ്ടർഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള വളരെ മാർവലസ് ആയിട്ടുള്ള ഒരു ദിവസം ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. ഇപ്പോൾ വരുന്നതാണ് സോഫിയ. The actor Will Smith and became Twitter friends with Chrissy Teigen. I addressed the United Nations and NATO. മനസ്സിലായോ? ഒരു ഹ്യൂമൻ ആൻഡ് മെഷീന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ പുരോഗതി വന്നത് കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടായി പമ്പാവാലി വളർന്നു വന്നാൽ എനിക്ക് പുരോഗതി വരുന്നത് ആദ്യമായിട്ട് വരുന്നത് 8ാം ക്ലാസ്സിലെ ടൂർ പ്രോഗ്രാം പിക്നിക് ടു കന്യാകുമാരി. ശംഖുമുഖം പോയി, പുനലൂര് പാലം കണ്ടു, തിരുവനന്തപുരത്ത് എന്ന കന്യാകുമാരി വന്നപ്പോഴത്തേക്കും മൈ വേൾഡ്, എൻ്റെ ലോകം വലുതാകുകയായിരുന്നു. വീണ്ടും അതിനപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ ലോകത്തിനും വലുതാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റീജൻസി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിക്നിക്കിന് പോയത് ബോംബെയ്ക്കാണ്. ട്രെയിനെ കയറി, എൻ്റെ വേൾഡ് വലുതാകുകയായിരുന്നു. കറക്റ്റ്. വീണ്ടും അത് കഴിഞ്ഞിട്ട് MS പഠിക്കാൻ മദ്രാസിന് പോയി, അപ്പോഴും എൻ്റെ ലോകം വലുതാകുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ലോകത്തിലെ പല രാജ്യങ്ങളിലൂടെ പോയപ്പോഴത്തേക്കും എൻ്റെ ലോകം, ഈ വലിയ ലോകം ചെറുതാകുകയായിരുന്നു. ദാറ്റ്സ് എ ഡിഫറൻസ്. എൻ്റെ ലോകം വലുതായപ്പോൾ ഈ വലിയ ലോകം ചെറുതായിരിക്കുകയായിരുന്നു. ഓക്കെ, സാധാരണക്കാരെ കൊണ്ട് അസാധാരണമായി ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. A warm good morning to one and all gathered here. എൻ്റെ പേര് ഹന്ന. എൻ്റെ പേര് അഞ്ജന. ഞങ്ങൾ സൈക്കോളജി സ്റ്റുഡൻസ് ആണ്. നമുക്ക് ഒരുപാട് മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നു എന്ന് പഠിക്കുന്ന സയന്റിഫിക് സ്റ്റഡിയാണ് സൈക്കോളജി. അപ്പം ഐഡിയ കിട്ടിയോ? ഇനി മറക്കോ? ഓക്കെ, നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ സൈക്കാട്രിസ്റ്റ്? ഡോക്ടർ ആണെന്ന് അറിയാം അല്ലെ. സൈക്കോളജിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതിന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അതിപ്പോ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരുടെയും വിചാരം സൈക്കോളജിസ്റ്റും ഡോക്ടറാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കണ്ടേ? ഹന്നോട് ചോദിച്ചാലോ? ഹന്ന, എന്താ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞേ? സൈക്കോളജി സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആണ്. പക്ഷെ സൈക്കോളജിയിൽ അവർ പഠിക്കുന്നത് മൈൻഡിന്റെ ബിഹേവിയർ, ആനിമൽസിന്റെയും ഹ്യൂമൻസിന്റെയും മൈൻഡിന്റെ ബിഹേവിയറിനെ പറ്റിയാണ് സൈക്കോളജിയിൽ പഠിക്കുന്നത്. സൈക്കാട്രിയിൽ അതിന്റെ കുറച്ചുകൂടി ഡീപ്പർ വേർഷനും പിന്നെ അതിന്റെ മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയൊക്കെയാണ് അവർ പഠിക്കുന്നത്. പിന്നെ സൈക്കോളജിസ്റ്റിന് ഒരിക്കലും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. സൈക്കാട്രിസ്റ്റിന് അത് പറ്റും. സൈക്കോളജിയുടെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിൽ ഡോക്ടറേറ്റ് എടുക്കുന്നതാണ്. മറ്റേത് അറിയാലോ, ഡോക്ടറാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഇത് പഠിച്ചുള്ള ഗുണങ്ങളെ പറ്റി അറിയണ്ടേ? ഏതൊക്കെ സ്കോപ്പ് ആണെന്ന് അറിയണ്ടേ? അപ്പൊ ഇനി ഞാൻ ഡിഫറെന്റ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജിനെ പറ്റി സംസാരിക്കാം. നമുക്ക് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട് സൈക്കോളജിയിൽ. നമുക്ക് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്, ഫോറൻസിക് സൈക്കോളജി ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, സ്പോർട്സ് സൈക്കോളജി. ഇങ്ങനെ ഒരുപാട് ഡൈവേഴ്സിറ്റി സൈക്കോളജിയിലുണ്ട്. നമുക്ക് പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും എല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് നല്ല എക്സ്പോഷർ ഉള്ള കോഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലുണ്ട് അടിപൊളി ഡിപ്പാർട്ട്മെന്റ് ആണ്. മൈൻഡിനെ ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ നമ്മുടെ മൈൻഡിനെ മാസ്റ്റർ ആവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കോഴ്സാണ് സൈക്കോളജി കോഴ്സ്. എന്റെ പേര് ജീവ ജയൻ വർഗീസ്. ഈ കോളേജിലെ തന്നെ BCom ACCA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഞാൻ. ഇവിടെ ACCA പറ്റി ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ACCA പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. ACCയുടെ ഫുൾ ഫോം അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? അറിയാവോ? ഓക്കെ, നമുക്കപ്പം അതൊക്കെ പറഞ്ഞ് പോവാം.
Introduction to ACC, the Association of Chartered Certified Accountants. Okay, full form adana. Association of Chartered Certified Accountants is a global professional accounting body. ACC is an accounting organization with more than 2 lakh members and 6 lakh students spread across 180 countries. ACC എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ബോഡിയാണ്, അതായത് ഒരു മോർ ദാൻ 180 കൺട്രീസിൽ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. ഇനി ACC എന്താ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ACC is an international recognized qualification in accounting. ACCയിൽ നമ്മൾ കൊമേഴ്സിനെ പറ്റി, ഫൈനാൻസ്, അക്കൗണ്ടിംഗ് ഇതിനെ പറ്റി വളരെ ബ്രോഡ് ആൻഡ് സ്പെസിഫിക് ആയിട്ടാണ് പഠിക്കുന്നത്. It offers a pathway to becoming a chartered certified accountant. ACC is known for its rigorous standards and is valued by employers worldwide. ACC വളരെയധികം ഗ്ലോബലി നോൺ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെയധികം റിഗ്രസ് ആൻഡ് ടഫ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഏൺ ചെയ്ത ഒരു ACC അഫിലിയേറ്റ് അല്ലെങ്കിൽ ഒരു ACC മെമ്പർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വഹിക്കുന്ന ആൾക്കാരാണ് ACC പ്രൊഫഷണൽസ്. ഇനി എന്തുകൊണ്ടാണ് ACC എടുത്തുകൊണ്ടുള്ള ഒരു പ്രയോജനം? Why choose ACC? Choosing ACC opens doors to numerous career opportunities in finance and accounting. അതായത് മാത്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, അത് കണക്കിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, അതായത് ഇപ്പോൾ ഒരു ഫേമിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അങ്ങനത്തെ അക്കൗണ്ടിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് ACC വളരെ നല്ല ബെസ്റ്റ് ആയിട്ട് ഒരു കോഴ്സാണ്. ഇറ്റ്സ് equips students with practical skills and theoretical knowledge. തിയറി ബേസ്ഡ് മാത്രമല്ലാതെ പ്രാക്ടിക്കൽ സ്കിൽസും, അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തും ആണ് പഠിക്കുന്നത്. തിയറി ഇപ്പൊ നിങ്ങൾ സ്കൂൾ ലെവലൊക്കെ മിക്കതും തിയറി ലെവൽസിലാണ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ തിയറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് വരുമ്പോൾ നമുക്ക് പറ്റത്തില്ല. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാക്ടിക്കൽ ലെവലിൽ കൂടെ ചെയ്യാനാണ് നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നത്. I'm Junior Jyoti of BSc Fashion Designing. What is fashion designing? Fashion designing എന്ന് വെച്ചാൽ എന്താണ്? ആർക്കെങ്കിലും അറിയാമോ ഫാഷൻ ഡിസൈനിങ് എന്ന് വെച്ചാൽ എന്താണ്? എന്നാ ഞാൻ പറഞ്ഞുതരാം. Fashion designing is the art and profession of designing clothing and accessories influenced by culture and social attitude, trends and individual preference. Fashion design creates original designs or adapt existing styles to produce garments and accessories that are aesthetically pleasing, functional and marketable. The considered factors such as fabric selection, color palettes, garment construction, and trends to create collections that appeal to their target audience. Fashion design involves creativity, technical skills, and deep understanding of fashion, trends, and consumer preference. ഈ ഫാഷൻ ഡിസൈനിങ് പറയുന്നത് ഒരു ആർട്ടല്ല, അതൊരു ഡിസൈൻ ക്ലോത്തിങ്സ് ആൻഡ് ആക്സസറീസ് ഇൻക്ലൂസ്ഡ് ആണ്. കൾച്ചർ, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, ട്രെൻഡ്സ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്, ഇത് നമ്മൾ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സും ട്രെൻഡ്സ് ആയിട്ടും ഇൻഡിവിജ്വൽ പ്രിഫറൻസും ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫാഷൻ ഡിസൈനിങ് ക്രിയേറ്റ് ഒറിജിനൽ ഡിസൈൻസ് ഓർ അഡാപ്റ്റ് എക്സിസ്റ്റിംഗ് സ്റ്റൈൽസ് ടു പ്രൊഡ്യൂസ് ഗാർമെന്റ്സ് ആൻഡ് ബേസിക് ഫങ്ഷണൽ മാർക്കറ്റബിൾ. നമ്മൾ ആദ്യം ചെന്ന് ഒരു തുണിക്കടയിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് നോക്കുന്നത്? അവരുടെ ക്വാളിറ്റീസും അതിന്റെ കളർ പാലറ്റ്സും ഗാർമെന്റ്സും ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫാഷൻ ഡിസൈനേഴ്സ് ആയാലും നല്ല കറക്റ്റ് ആയിട്ട് ഒരു സെലക്ടബിൾ ആയ കളർ പാലറ്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഫാഷൻ ഡിസൈനിങ്സ് ഇൻവോൾവ്സ് ക്രിയേറ്റിവിറ്റി, ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. ഫാഷനെ കുറിച്ച് നമ്മൾ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവണം, അതേപോലെ സ്കിൽസ് ഉണ്ടാവണം, അതേപോലെ തന്നെ ടെക്നിക്കൽ സ്കിൽസ് എക്സെട്ര. ഇതൊക്കെ ഉണ്ടായെങ്കിൽ നമുക്ക് ഫാഷൻ ഡിസൈനിങ്ങിലൂടെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും, അതേപോലെ ആർട്ട് ആയാലും നമ്മൾ എന്ത് ഡ്രസ്സ് ആയാലും നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഫാഷൻ അത് ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഓപ്പർച്യൂണിറ്റീസ്, ഇതിനാണ് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. Freelance and consulting, start your own labels, fashion retails and brands, costume designing, fashion events and shows, education into merchandising, industrial engineering and buyer merchandiser. നമുക്ക് ആദ്യം വേണ്ടത് തന്നെ to pursue these opportunities effectively. It's a crucial to strong profile of showcasing your design skills, creativity and versatility. നമുക്ക് വേണ്ടത് തന്നെ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം സ്ട്രോങ് പോർട്ട്ഫോളിയോ അതാണ് വേണ്ടത്. അതിൽ നമ്മൾ ഡിസൈൻ സ്കിൽസും ക്രിയേറ്റിവിറ്റി ആയിരിക്കണം, വേഴ്സാറ്റിലിറ്റി ആയിരിക്കണം. What is CMI? Indian
പാർലമെന്റ് സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റ് ഇൻ ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ കോഴ്സാണ് CMA, കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇനി നമുക്ക് CMA ഇന്ത്യ എന്ന കൊമേഴ്സ് പ്രൊഫഷണലെ പറ്റി, അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി, സാലറി, എലിജിബിലിറ്റി ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. CMA ഇന്ത്യയുടെ ജോബ് ഓപ്പർച്യൂണിറ്റി. ഗവൺമെന്റ് സെക്ടറിൽ അടക്കം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കൊമേഴ്സ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ദാറ്റ് മീൻസ് CMA. നമ്മളൊരു കമ്പനി നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ടോപ്പിൽ ഇരിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതിന്റെ താഴേക്കുള്ള CEO, CFO, ഫിനാൻസ് കൺട്രോളർ, അങ്ങനെ പല റോളുകളും നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കിൽ, നമ്മുടെ നോളജ് അനുസരിച്ചും ഒക്കുപൈ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ് CMA. ഇനി നമുക്ക് സാലറിയെ പറ്റി നോക്കാം. സാലറി നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് CMAയുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ സ്കിൽ, ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ സാലറി ഡിസൈഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്. വൈ ചൂസ് CMA? എന്തുകൊണ്ട് നമ്മൾ CMA ചൂസ് ചെയ്യണം? നല്ലൊരു കരിയർ, ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി, ലൈഫ് സെറ്റിൽ ആകാൻ പറ്റിയ ഹൈ സാലറി കിട്ടുന്ന നല്ലൊരു കോഴ്സാണ് CMA. അടുത്ത ചോദ്യം, ഇത്രയും അട്രാക്റ്റീവായ ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ ആർക്കൊക്കെ എലിജിബിലിറ്റി ഉണ്ട്? കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ? അല്ല, സയൻസ്, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന പ്രൊഫഷണൽ കോഴ്സാണ് CMA. ഞാൻ എന്റെ കുഞ്ഞ് അനുജന്മാർക്കും അനുജത്തിമാർക്കുമായിട്ട് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കിടിലൻ കോഴ്സിനെ പറ്റിയാണ് CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഈ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എന്താണ് ഈ കോഴ്സ്, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇതിന്റെ സാലറി എത്രയാണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത് നടത്തുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. CA എന്ന് വെച്ച് കഴിഞ്ഞാൽ CA is a highly skilled financial professional who provides a range of services to individuals and business. These services typically include preparing financial reports, offering strategic financial advice, and ensuring compliance with the relevant laws and regulations. ആളുകൾക്കും ബിസിനസ്സുകൾക്കും നിരവധി സേവനങ്ങൾ നൽകുന്ന സാമ്പത്തിക പ്രൊഫഷണലാണ് CA. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 10th മുതൽ നമുക്കിത് പഠിച്ചു തുടങ്ങാം. പക്ഷേ നമ്മൾ എക്സാം എഴുതണമെങ്കിൽ +2 ക്വാളിഫൈ ആകണം. CAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 ലെവൽസ് ആണ്: ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ. ഇനി CAയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 വർഷം മുതൽ 5 വർഷം വരെയാണ് CAയുടെ ഡ്യൂറേഷൻ. ഇനി CAയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആണ്. ICAI ഫൈനൽ പാസ്സായി ക്വാളിഫൈഡ് ആയ സ്റ്റുഡൻസിന് വേണ്ടി ഓൾ ഇന്ത്യ ബേസിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് നടത്തുന്നുണ്ട്. നമുക്ക് വെൽ നോൺ ആയ, റെപ്യൂട്ടഡ് ആയ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഈ CAയുടെ നമ്മളെ ഹയർ ചെയ്യുന്നത്. അവർ തരുന്ന ബേസിക് സാലറി എന്ന് പറയുന്നത് 6 lakh rupees ആണ്. പെർ മന്ത് നമ്മൾ 50,000 ഏൺ ചെയ്യും. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത്രയും കുറഞ്ഞ ചെലവിൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള കോഴ്സ്, ഇത്രയും ഏണിംഗ് കപ്പാസിറ്റി ഉള്ള കോഴ്സ് ഇന്ത്യയിൽ വേറെയില്ല. ഇതൊക്കെയാണ് CAയെ കുറിച്ച് എനിക്ക് നിങ്ങളോടായിട്ട് പറഞ്ഞു തരാനുള്ളത്. എല്ലാവർക്കും ഈ മേഖലയിൽ പ്രതിസന്ധികളെയും അവസരങ്ങളെയും നേരിടാൻ, മികച്ച കരിയറുകൾ സൃഷ്ടിക്കാൻ പ്രചോദനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സജീവ ശ്രദ്ധയ്ക്കും പങ്കാളിത്തത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഇത്രയും നല്ലൊരു ക്ലാസ്സോ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്ത് വളരെ മികച്ച, വളരെ നിലവാരത്തിലുള്ള ക്ലാസ്സുകളും, അതായത് കുട്ടികൾ തന്നെ കണ്ടുപിടിച്ച, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ കണ്ടുപിടിച്ച കുറേ കണ്ടുപിടുത്തങ്ങളും, അതുപോലെ തന്നെ പുതിയ പുതിയ കോഴ്സുകളും നമ്മുടെ കുട്ടികൾക്കായിട്ട് പ്രദാനം ചെയ്ത ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ വരവ് ഒരുപക്ഷെ ഈ ഇരിക്കുന്ന SPSC cadets ഒരുപക്ഷെ ലൈഫിൽ മറക്കില്ല. ഒരുപക്ഷെ ഒരു ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു വഴി, അത് പുതിയൊരു റോഡ്, അത് ഏത് വഴിയിലൂടെയാണ് നടക്കേണ്ടത് എന്നതിനുള്ളൊരു മാർഗം, ഒരു വഴി നൽകിയായിരുന്നു, ഒരു വിഷൻ നൽകിയായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ആന്റണി ജോസഫ് സാർ. ഞാൻ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറം ഒരു ഔട്ട്സ്റ്റാൻഡിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത്ര വളരെ നിലവാരമുള്ള ക്ലാസ്. ഞാൻ അത് പറയാതെ വയ്യ. ഞാൻ സുനിൽ സാർ എന്നോട് പറഞ്ഞായിരുന്നു, സാറേ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, SPC കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പം ഞാൻ ആലോചിച്ചപ്പം കുട്ടികൾക്ക് ഏതായാലും ഗുണകരമായിരിക്കും, പക്ഷേ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ഉള്ള ഒരു ക്ലാസ് എനിക്ക് ഇവിടുന്ന് ലഭിച്ചു. എനിക്ക് മാത്രമല്ല, കുട്ടികൾക്ക് ലഭിച്ചു. പിന്നെ ഈ കോളേജിന്റെ അറ്റ്മോസ്ഫിയർ എടുത്തു പറയേണ്ടതാണ്. ഹരിത സുന്ദരമായിട്ടുള്ള, നയനമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ചുറ്റുപാടുകളിലുള്ളത്. ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വരുന്ന അന്തരീക്ഷം. ഈ അന്തരീക്ഷം തന്നെ ഇവിടെ പഠിക്കാൻ വരുന്നവരെ ഏകാഗ്രതയും പഠനത്തിന് എന്ത് പഠിക്കാൻ വരുന്നു ആ പഠനം, ആ പാഠ്യ വിഷയവുമായിട്ടുള്ള ബന്ധങ്ങൾ, അത് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ലഭിക്കുന്ന ഈ അറ്റ്മോസ്ഫിയർ തന്നെ വളരെ ആകർഷകമാണ്. ഈ കോളേജ് സർവ്വ ഐശ്വര്യങ്ങളാലും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ഇവിടുത്തെ അധ്യാപകരെയും കുട്ടികൾക്കും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അധ്യാപകർ മുന്നേറട്ടെ, ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.